الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه والله يجتبي إليه من يشاء ويهدي إليه من ينيب. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും ശ്രദ്ധ പുലർത്തി ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. അള്ളാഹു അവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നിടത്ത് വിജയിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറ സൂറത്തിലെ 13-ാമത്തെ ആയത്താണ് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ ഖുതുബയിൽ ശ്രദ്ധയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവന്റെ അടുക്കൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീൻ, നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീൻ നാം തൃപ്തിയോടുകൂടിയാണ് ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ആകേണ്ടത്. ഈ ദീനിന്റെ ശരീഅത്ത് അല്ലാഹു നൽകിയതാണ്. ശറഅ ലക്കും മിനദ്ദീൻ, ഈ ദീനിനെ നാം നിങ്ങൾക്ക് ഉള്ള ശരീഅത്തായിട്ട് ദീനിന്റെ നിയമമായി കൊണ്ട് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. എന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് റബ്ബ് പറയുന്ന കാര്യം മാ വസ്വാ ബിഹി നൂഹ, അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് വസിയ്യത്ത് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് അടിസ്ഥാനപരമായിട്ട്. വല്ലദീ ഔഹൈനാ ഇലൈക്, അതേപോലെ താങ്കളിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയോട് പറയുന്നു, താങ്കളിലേക്ക് നാം വഹിയായിട്ട് നൽകിയതും ഈ ശരീഅത്ത് അത് തന്നെയാണ്. വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ,
മൂസാ നബിക്കും ഈസാ നബിക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ നബിമാർക്കും നൽകിയിട്ടുള്ള വസിയ്യത്താണിത്. എന്താണ് അതിലുള്ള കാര്യം? അൻ അഖീമുദ്ദീൻ, ദീനിനെ ഇഖാമത്ത് ചെയ്യണം എന്നുള്ളതാണ്. ദീനിനെ ഇഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നുണ്ട്, ദീനിനെ ഇഖാമത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. വലാ തതഫറഖു ഫീഹി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചേരിതിരിവ്, ഭിന്നിപ്പ് ദീനിനെ ഇഖാമത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അടിസ്ഥാനപരമായി മുൻകാല പ്രവാചകന്മാരിൽ ചിലരുടെയൊക്കെ പേരല്ലാഹു പറഞ്ഞു തന്നു. ആ പ്രവാചകന്മാരെല്ലാവരും പ്രബോധനം ചെയ്ത ദീനിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദീനിനെ ഇഖാമത്തുണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീൻ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യമാണ്. മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത്, നമ്മുടെ ഭരണഘടന പോലും നമുക്ക് അനുശാസിച്ച് നൽകിയിട്ടുള്ളത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വരുന്ന ഒന്നാണത്. ഇഷ്ടമുള്ള ദീൻ സ്വീകരിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമുള്ള മതം പ്രബോധനം ചെയ്യാം. ഇതിനൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇഷ്ടമുള്ള ദീൻ സ്വീകരിച്ചു വരുന്നു, ആചരിച്ചു വരുന്നു, അത് അനുഷ്ഠിച്ചു വരുന്നു. അതിനെ ഇഖാമത്ത് ചെയ്യാൻ വേണ്ടി, അതിനെ ഇഖാമത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിർവഹിക്കേണ്ട രീതി, അത് നിർവഹിക്കുക എന്നതാകുന്നു അതിന്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം. അതിനെ നിർവഹിക്കേണ്ട രീതിയിൽ നിർവഹിച്ചു പോരുക എന്നുള്ള, ഇഖാമത്ത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഉസൂലുൽ ഫിഖ് ഉണ്ട്. ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രങ്ങളുടെ ബേസ്മെന്റ്, അതിന്റെ അടിസ്ഥാനം വിശദീകരിക്കുന്ന ഭാഗങ്ങളാണത്. അതിൽ മനുഷ്യന്റെ ദറൂരിയാത്തുൽ ഖംസ് എന്നുള്ള നിലക്ക് 5 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഹിഫ്ളുദ്ദീനാണ്. അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഹിഫ്ളുൻ നഫ്സ് ഉണ്ട്, ഹിഫ്ളുൽ അർദ് ഉണ്ട്, ഹിഫ്ളുൽ അഖ്ലുണ്ട്, ഹിഫ്ളുൽ മാലുണ്ട്. അവയൊക്കെയും ഇൻഷാ അല്ലാഹ് വഴിയെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഹിഫ്ളുദ്ദീൻ, ദീനിന്റെ അതിന്റേതായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചു പോരുക എന്നുള്ളത്, ജീവിതത്തിൽ അത് പുലർത്തിയും പകർത്തിയും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീഹി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമായി നമ്മളിൽ ഉണ്ടാകണം എന്ന് റബ്ബിന്റെ നിർദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളിലേക്ക്, ഒന്നാമത്തേത്, ദീൻ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ആ ദീനിനെ നിലനിർത്തി പോരണം എന്ന് കേൾക്കുമ്പോൾ സാമാന്യമായി തോന്നുന്ന ഒരു കാര്യമാണത്. ദീൻ നിലനിർത്തി പോരുക എന്നുള്ളത്. എങ്ങനെയാ ദീൻ നിലനിർത്തി വരേണ്ടത്? അള്ളാഹു നിർദ്ദേശം അനുസരിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പകർത്തിക്കൊണ്ട്, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നും അവയെ ഒഴിവാക്കിക്കൊണ്ടും ദീനിനെ നിലനിർത്തുക എന്നുള്ളതാകുന്നു വളരെ പ്രാധാന്യപൂർവ്വം അതിൽ ഉൾക്കൊള്ളാനുള്ളത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തിപ്പോരുന്ന ഇബാദാത്തുകളൊക്കെയും ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ്. ആ അർത്ഥത്തിൽ വരുമ്പോൾ ഇബാദാത്തുകൾ, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ, കാരണം അതിനു വേണ്ടിയാണല്ലോ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ പൂർത്തീകരിക്കേണ്ട ലക്ഷ്യപൂർത്തീകരണത്തിന്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യ ജിന്ന് വർഗങ്ങളെയും സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്കറിയാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിന്റെ അവസാന ഭാഗത്തെ ആയത്ത്, ജിന്നുവർഗങ്ങളെയും മനുഷ്യവർഗങ്ങളെയും ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇബാദത്ത് അത് പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളത് ദീനിന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ്, ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായി വരുന്നതാണ് അള്ളാഹു നിരോധിച്ച, വിരോധിച്ച വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന്. വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും
ദോഷകരമാകുന്ന കാര്യങ്ങളും മാത്രമേ അള്ളാഹു വിരോധിച്ചിട്ടുള്ളൂ. അങ്ങനെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കണം. ആ രീതിയിൽ പൂർണ്ണമായി വിട്ടുനിൽക്കുമ്പോൾ അതും ഇഖാമത്തുദ്ദീനാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ വചനമാണ് സൂറത്തു സൽസലയിലെ അവസാനത്തെ ആയത്ത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളാണ് ദീനാവുക, അതാകുന്നു ഖൈറാവുക. ആ ഖൈറിൽ നിന്ന് എന്ത് ഒരാൾ ഒരു അണുത്തൂക്കം പ്രവർത്തിച്ചാലും പ്രാവർത്തികമാക്കിയാലും ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും പ്രാവർത്തികമാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യലാണ് ഇഖാമത്തുദ്ദീനിന്റെ അടിസ്ഥാനമെങ്കിൽ അത് നമ്മളിൽ ചെറിയ ഒരു അംശം നമ്മൾ റബ്ബിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു എന്നോട് കൽപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഇഖാമത്തുദ്ദീനാണ്. അങ്ങനെയെങ്കിൽ റബ്ബ് വിരോധിച്ച കാര്യങ്ങളിൽ അത് ചെറുതാണെങ്കിൽ പോലും നമ്മൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പ്രാവർത്തികമാക്കിയാൽ ദീനിന്റെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് മനസ്സിലാക്കുകയുണ്ട്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം ഷർറായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും ഷർറായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിലും അതിൻ്റെതായ ഗുണം, അതിൻ്റെതായ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകളും നമ്മൾ വിട്ടുനിൽക്കുന്ന ഹറാമുകളും ഈ 2 പോയിന്റ് ആലോചിച്ചാൽ മതി. അതൊക്കെയും ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അഥവാ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടോ നമ്മൾ ഇഖാമത്തുദ്ദീനിലാണ്. നമ്മൾ അള്ളാഹു കൽപ്പിച്ച നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇബാദത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. ഉണ്ടെങ്കിൽ നമ്മൾ ഇഖാമത്തുദ്ദീൻ എന്നുള്ള നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കൽപ്പിച്ച കൽപ്പനകളുടെ കൂടെ നമ്മളുണ്ട്. ഈ അർത്ഥത്തിൽ ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ എപ്പോഴും സർവാത്മന സന്നദ്ധരാകണം എന്നുള്ളത് ദീനിന്റെ അധ്യാപനമാണ്. ഇനി ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ബാക്കിയായിക്കൊണ്ട് പരിശോധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ ദീനിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, ദീനിന്റെ മറ്റ് അധ്യാപനങ്ങൾ അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എവിടെ നിന്നുണ്ടാവുകയാണെങ്കിലും അതിനെ പ്രതിരോധിക്കുക, നശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുക, നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ നാശം വരുത്തുന്നിടത്ത് ഇടപെട്ടുകൊണ്ട് നിലനിർത്തിപ്പോരുക എന്നുള്ളതും ഇഖാമത്തുദ്ദീനാണ് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അഥവാ മതത്തിന്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതായ മതത്തിന്റെ ചിഹ്നങ്ങൾ ഒരുപാടുണ്ട്. മതത്തിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന ഇബാദാത്തുകളൊക്കെ അതിൽപ്പെടും. അതിനെ കേടുവരുത്തുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് മതചിഹ്നങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ മതത്തിന്റെ ദീനിന്റെ അടിസ്ഥാന ചിഹ്നം എന്ന് പറയുന്നത്, അടിസ്ഥാന അടയാളം എന്ന് പറയുന്നത് തൗഹീദാണ്. ഈ തൗഹീദിന് നേരെ ആര് ഏതൊക്കെ അർത്ഥത്തിൽ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെയും പാടില്ലെന്നു പറയാൻ, നശീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ പാടില്ലെന്നു പറയാൻ നമ്മുടെ കൈയും നമ്മുടെ നാവും നമ്മുടെ അധ്വാനവും ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതും ഇഖാമത്തുദ്ദീനാണ്. ആ അർത്ഥത്തിലും ഇഖാമത്തുദ്ദീനിന്റെ ഉത്തരവാദിത്വം നമുക്കിടയിലുണ്ട്. ഇതേപോലെ തന്നെ ദീനിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കുക, അതിനെ തകർക്കുക എന്നോടൊപ്പം തന്നെ അതിന്റെ ഒരു ഭാഗമായി കൊണ്ടുവരുന്നത് ദീനിലേക്ക് ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുന്ന ആളുകളുണ്ട്. ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്നുള്ള ഈ അടിസ്ഥാന ബേസ്, ആ ഒരു ഹദീസ് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഹദീസാണ്. അഥവാ ഈ ദീൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പൂർത്തീകരിച്ചു തന്നു, പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നു. ഈ പഠിപ്പിച്ച ദീനിലേക്ക് ഇതിലില്ലാത്ത എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടിയിട്ട് ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു തലം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടണം. ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലില്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടുമ്പോൾ അതിന് പറയുന്ന പേര് ബിദ്അത്ത്. ബിദ്അത്തുകൾ ചെയ്യുകയും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് പാടില്ലെന്ന് പറയാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി സമയം വിനിയോഗിക്കാൻ, അതിനുവേണ്ടി സമ്പത്ത് വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമാണ്. അങ്ങനെ
ഇഖാമത്തുദ്ദീൻ നമ്മുടെ ഭാഗമായി, നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിലേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇനി ഇതേപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളാൽ ദീനിന് പരിക്ക് പറ്റാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. നമ്മൾ പരിക്ക് പറ്റുന്നവരെ, നശിപ്പിക്കുന്നവരെ നമുക്കതിനെ ആ രീതിയിൽ ഇടപെടണം. അതോടൊപ്പം നമ്മൾ മുഖേന ദീനിന് പരിക്ക് പറ്റുന്ന ഒരു തലത്തിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മളാൽ ദീനിന് പരിക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ, ദീനിന് മോശം സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തലങ്ങളിൽ അതിന്റെ ഒരു ഭാഗമായിരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവാഹ രംഗത്തുണ്ടാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഇതടക്കം അതേപോലെ തന്നെ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ, ഞാൻ ദീനിയായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഓരോരുത്തരും ദീനിയായിട്ട് ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് നമ്മളാൽ ദീനിന് പേരുദോഷം വരുത്തുന്ന രീതി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ കടന്നു വരികയാണ് എങ്കിൽ ഇഖാമത്തുദ്ദീൻ എന്നുള്ള നിലക്ക് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിത്തീരും. ഉണ്ടായിക്കൂടാ. കാരണം നമ്മുടെ ബാധ്യത ഇഖാമത്തുദ്ദീനാണ്. ആ ഇഖാമത്തുദ്ദീൻ നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഇത്തിബാഉൽ ഹവാ, മറ്റൊന്ന് ഫിഅലുൽ മആസി. അഥവാ കുറ്റകൃത്യങ്ങളിൽ നമ്മുടെ കയ്യൊപ്പുണ്ടാവുക. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നിടത്ത് സത്യവിശ്വാസികളുടെ ഭാഗധേയം, അതിൽ അവരുടേതായിട്ടുള്ള ഒരു പിന്നെ ഇടപെടലുകൾ, കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് കുറ്റകൃത്യങ്ങളുടെ ഭാഗമാവുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഇഖാമത്തുദ്ദീനിന്റെ കാര്യത്തിൽ വിഘ്നം വരുത്തുന്ന, തടസ്സം വരുത്തുന്ന, അല്ലെങ്കിൽ ദീനെ തകർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിത്തീരും എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് വന്നത്. ഒന്ന് ഇത്തിബാഉൽ ഹവാ, മറ്റൊന്ന് ഫിഅലുൽ മആസി. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾക്ക് തോന്നിയതുപോലെ ജീവിക്കുക. അതിനാണ് ഇത്തിബാഉൽ ഹവാ എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ അലൈക്കും ദാഉൽ ഉമ്മം. ഓരോ സമൂഹങ്ങള്, മുൻകാല സമൂഹങ്ങള്, നൂഹ് നബിയുടെ സമൂഹത്തെ കുറിച്ച് ആയത്തിൽ പറഞ്ഞത് ഓർമ്മയിലുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞു, മഹാനായ ഈസാ നബിയുടെ പേര് പറഞ്ഞു, അതേപോലെ മൂസാ നബിയുടെ പേരും പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുള്ള ശരീഅത്ത് അതിന് തുടർച്ചയാണ് എന്നും പറഞ്ഞു. ഈ ശരീഅത്തിൽ മുൻകാല പ്രവാചകന്മാർ, മുർസലുകൾ, ആ മുർസലുകളുടെ സമൂഹങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമ്മം. മുൻകാല സമൂഹങ്ങളിലേക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ, എന്തൊക്കെ രോഗങ്ങൾ അവരുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ അവയൊക്കെയും നിങ്ങളിലേക്കും ഇതാ അരിച്ചെത്തിയിരിക്കുന്നു, ഇഴഞ്ഞെത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൽ എന്നിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ദീനിനെ തകർക്കാൻ, നമ്മളാൽ ദീൻ തകർക്കപ്പെടാൻ കാരണമാകുന്ന തരത്തിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത മുൻഗാമികൾക്ക് അത് ഉണ്ടായതിന്റെ പേരിൽ അവിടെ ദീൻ തകർന്നു പോയ, അവിടെ ദീനിന്റെ മൂല്യങ്ങൾ മുഴുവനായും ഇല്ലാതെയായി പോയ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വഭാവ ദൂഷ്യങ്ങളിൽ രണ്ടെണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്. അതിൽ ഒന്ന് അൽ ഹസദു, രണ്ട് വൽ ബഗ്ദാ എന്നതാകുന്നു. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർക്കിടയിൽ അസൂയ ഉണ്ടാകുന്ന, അസൂയ വെച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. വൽ ബഗ്ദാ എന്ന് പറഞ്ഞാൽ വിദ്വേഷവും, പരസ്പര വിദ്വേഷവും അസൂയയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി മുന്നിൽ നിൽക്കുകയും അതിനുവേണ്ടി ഇടപെടലുകൾ ഉണ്ടാവുകയും ലൈക്കുകളും ഷെയറുകളും ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾക്ക് ഇടപെടുന്ന ഇന്നത്തെ മീഡിയകളിലൂടെയൊക്കെയും നമ്മുടേത് എന്നുള്ള നിലക്ക് വിദ്വേഷ പ്രചാരണത്തിന്, ബുഗ്ളിന്റെയും ഹസദിന്റെയും അസൂയയുടെയും പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടാവുക, അതല്ലെങ്കിൽ കൂടെ നിൽക്കുക, അതല്ലെങ്കിൽ പങ്കുണ്ടാവുക എന്നുള്ളതൊക്കെയും ദീൻ തകരാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ തകർക്കാൻ കാരണമാകുന്ന ഹസദും ബഗ്ദാഇനെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഫഹിയൽ ഹാലിഖ, അത് ഹാലിഖത്താണ്, മുഴുവനും ചുരണ്ടിക്കളയുന്ന, നന്മകളെ മുഴുവനും ചുരണ്ടിക്കളയുന്ന ഒന്നാകുന്നു ഹസദും ബഗ്ദാഉം, പരസ്പര വിദ്വേഷവും അസൂയയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആ ഹദീസിൽ നമുക്ക് രസം എന്ന് തോന്നുന്ന ഒരു തമാശ എന്ന് തോന്നുന്ന ഒരു പ്രയോഗം കൂടി ഇതിലുണ്ട്. എന്താണെന്നറിയോ? ലാ അഖൂലു തഹ്ലിഖുശ് ശഅർ, നിങ്ങൾ മുടി കളയുന്ന കാര്യം, മുടി ചുരണ്ടിക്കളയുന്ന കാര്യമല്ലട്ടോ ഞാൻ ഈ പറഞ്ഞത്, മറിച്ച് റസൂലുള്ളാഹി പറയാ വലാകിൻ തഹ്ലിഖുദ്ദീൻ, ഹസദും
ബുഗ്ദാഉം, വിദ്വേഷവും അസൂയയും നമ്മുടെ സമൂഹത്തിൽ സ്വഭാവത്തിന്റെ ഭാഗമായി വന്നു പോയി കഴിഞ്ഞാൽ, അത് നമ്മുടെ ദീനെ തകർക്കാൻ നിമിത്തമായി കഴിഞ്ഞാൽ ദീനിനെ പൂർണ്ണമായും ചൊരണ്ടിക്കളയുന്നത് പോലെയായിരിക്കും അത് എന്ന് പോലും ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സുനനു തിർമിദിയിൽ സ്വഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ്, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾക്ക് ഈമാനില്ലാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകൂല. ഈമാനുള്ള ഒരാളുടെ മനസ്സിൽ ഹസദ് ഉണ്ടാകൂല, ബുഗ്ദ് ഉണ്ടാകൂല, വിദ്വേഷം ഉണ്ടാകൂല, അതേപോലെ അസൂയ ഉണ്ടാകൂല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം. സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഇഷ്ടമുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. ഇതര സമുദായങ്ങളെയും സമൂഹങ്ങളെയും ആ അർത്ഥത്തിലും നിങ്ങൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യണം. അതാണ് ഹത്താ തഹബ്ബു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. അഫല ഉനബ്ബിഉകും ബിമാ യുബ്ബിതു ദാക്കും ലക്കും, അത് നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഉണ്ടായിത്തീരാൻ എന്തു വേണം എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, അഫ്ശുസ്സലാമ ബൈനക്കും, സമാധാനത്തിന്റെ സന്ദേശം നിങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇഖാമത്തുദ്ദീനാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ വക്താക്കളാവുക എന്നുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ അതിപ്രധാനമാണ് ഈ സന്ദേശം എന്ന് ഓർത്തത് കൊണ്ട് തന്നെയാണ്. കാരണം പലരുടെയും ഇടപെടലുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. എന്താണ് സങ്കടത്തിന് കാരണം? വിഷയം അറിയാമായിരിക്കും. ആ വിഷയത്തിന്റെ പേര് പറയുന്നില്ല എന്നേയുള്ളൂ. കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ മുഴുവനും വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് എന്നുള്ളത് സങ്കടത്തോടുകൂടി ഓർക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി കൂടാ എന്നുള്ള നിലക്ക് ദീനിന്റെ ഇഖാമത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, ദീൻ നിലർത്തുക എന്ന് പറയുന്നത് എന്ത് എന്നിടത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്കതിന്റെ ഗൗരവം ഓർക്കാൻ സാധിക്കും എന്നുള്ള നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങളെ, ദീനിന്റെ നന്മകളെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നന്മയാണ്, സമാധാനം തന്നെയാണ് എന്ന് ആ കേട്ട ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്മൾ സലാം വ്യാപിപ്പിക്കുക എന്ന് പറയുമ്പോൾ സലാം പറയുക എന്നുള്ളത് മാത്രമല്ല, സലാമിന്റെ വാഹകരാവുക, അതിന്റെ പ്രചാരകരാവുക, സമാധാനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇടപെടലുകളാവുക എന്നുള്ളതാകുന്നു അതിന്റെ താല്പര്യം. അത് ഇഖാമത്തുദ്ദീനാണ്. അങ്ങനെ വരുമ്പോൾ വിദ്വേഷം ഇല്ലാതെയാകും, വെറുപ്പ് ഇല്ലാതെയാകും, അസൂയ ഇല്ലാതെയാകും. അസൂയ ഇല്ലാതെയാക്കുന്നിടത്ത് ദീനിന്റെ ഇഖാമത്ത് നടക്കും. അതിനാണ് നമ്മുടെ ബാധ്യത. അത് അല്ലാഹു ഏൽപ്പിച്ചതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അങ്ങനെ മനസ്സിലാക്കി ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദീനിന്റെ ഇഖാമത്ത് നമ്മുടെ ബാധ്യതയാണ്. ആ ഇഖാമത്തുണ്ടാകുന്നിടത്ത് അടിസ്ഥാനപരമായി നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. വലാ തതഫറഖു ഫീഹി എന്നുള്ള ഭാഗം അതാണ് സൂചിപ്പിക്കുന്നതും അറിയിക്കുന്നതും. അപ്പൊ തൗഹീദിൽ തന്നെയും ഭിന്നിപ്പുണ്ടാവുകയും തൗഹീദിൽ തന്നെയും യോജിക്കാൻ കഴിയാതെ പോകുകയും ചെയ്യുന്നിടത്ത് ഇതിന്റെ ഇഖാമത്ത് നടക്കാതെ പോകുന്നു എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണം തന്നെയായിരിക്കും അത്. അവിടെയൊക്കെയാണ് നമ്മളൊക്കെ ഇതൊക്കെ വേർതിരിച്ച് അറിഞ്ഞും മനസ്സിലാക്കിയും ഈ ഇഖാമത്തുദ്ദീനിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടേണ്ടതും താല്പര്യപ്പെടുന്നതും. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭാഗം പരമാവധി ക്ലിയറാക്കുക എന്നുള്ള നിലക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ദീനിനൊരു പേരുദോഷം ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു. ഇതേപോലെ തന്നെയാകുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാകുന്നു, ദീൻ ആചരിക്കുന്നിടത്ത് ഗുലുവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതും ഇഖാമത്തുദ്ദീനിന് വിഘാതമാകും എന്നുള്ളതാണ്.
ഒലവ് എന്ന വാക്കിന്റെ അർത്ഥം അതിര് വിട്ടുപോകലാണ്, അതിര് കവിച്ചലുകളാണ്. ഈ അതിര് കവിച്ചൽ എന്ന് പറയുമ്പോൾ ദീനിന്റെ അധ്യാപനങ്ങൾ മുഴുവനും മിതത്വത്തിന്റേതാണ്. നമ്മൾ വസതീയത്തിന്റെ സമൂഹമാകുന്നു. നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ വസത എന്നുള്ളതാണ്. ലിതകൂനു ശുഹദാ അലന്നാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ വളരെ ശ്രദ്ധേയമായ പ്രയോഗങ്ങളാണ് അതൊക്കെ. നിങ്ങളെ ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായിക്കൊണ്ട് ജീവിക്കുന്ന രീതിയിൽ ഉള്ള ഒരു മധ്യമ സമുദായമാകുന്നു. അപ്പോൾ ഒരു വസതീയത്ത്, ഒരു അതിരുവിട്ട രീതിയിലുള്ള ഒരു വിഷയത്തിൽ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. ദീൻ ആചരിക്കും. ഞാൻ മുസ്ലിമാണ്, എന്റെ ഇടപെടലുകളിൽ ദീൻ ആചരിക്കുന്നിടത്ത് ഇബാദത്തുകളിൽ അടക്കം അതിര് കവിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പറ്റ അയഞ്ഞ സമീപനത്തിന്റെ ആളാകോ ഫ്ലെക്സിബിലിറ്റിന്റെ ആളാകോ അതും ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ഒരു മിതത്വത്തിന്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതും മിതത്വം പാലിക്കുക എന്നുള്ളത് ദീൻ ആചരിക്കുന്നിടത്ത് ഇഖാമത്തുദ്ദീന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്, മുഹ്ലിക്കാത്ത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇഖാമത്തുദ്ദീനിന്റെ ഭാഗമായി കൊണ്ട് നമുക്കുണ്ടാകേണ്ട മുൻജിയാത്തും പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് മുഹ്ലിക്കാത്ത്? സലാസും മുഹ്ലിക്കാത്ത്, 3 കാര്യങ്ങൾ. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ഭാഗമാണ്. വളരെ സുന്ദരമായ സന്ദേശമാണത്. 3 മുഹ്ലിക്കാത്തുകളുണ്ട്. അതിൽ ഒന്ന് ശുഹ്ഫൻ മുത്താഅ്. ഷുഹ്ഫൻ മുത്താഅ് എന്ന് പറഞ്ഞാൽ ഈ ഷുഹ്ഫും ബുഖ്ലുൻ അത് രണ്ടും രണ്ട് രീതിയിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഷുഹ്ഫിനെ കുറിച്ച് പിശുക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകൂല, അത് വേറെ വിശദീകരിക്കണം. ഇപ്പൊ വളരെ ചുരുങ്ങിയ നിലക്ക് പറയട്ടെ, നമ്മുടെ മനസ്സിന്റെ പിശുക്കൻ മനോഭാവമാകുന്നു പിശുക്ക്. പിന്നെ ഈ ഷുഹ് എന്ന് പറയുന്നതിന്റെ ഒരു സാമാന്യ അർത്ഥം അങ്ങനെയെങ്കിൽ ഷുഹ്ഫുൻ മുത്താഅ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരാളെയും പരിഗണിക്കാത്തവണ്ണം എന്റെ സുഖം എന്നുള്ള നിലക്ക് സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി പിശുക്കനായിട്ട് മാറുന്ന മാനസികാവസ്ഥ, അത് നമ്മുടെ ദീനിനെ തകർക്കും എന്നുള്ളതാണ്, ദീനീ സ്വഭാവത്തെ തകർക്കും എന്നുള്ളതാണ്. ഉണ്ടായിക്കൂടാ. മുഹ്ലിക്കാത്തിന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. രണ്ടാമത്തേത് ഹവാ മുത്തബിഅ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എനിക്കുണ്ടാകണം എന്നുള്ള നിലക്ക് നമ്മൾ കൊതിക്കണില്ലെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാനും പിന്തുടരാനും ആഗ്രഹിക്കുന്ന മനസ്സിന്റെ തോന്നലുകളാണ്. ദീന്റെ താല്പര്യം ഒന്ന് ഇതാണ് എന്നറിയാം, എന്നാലും അവിടെ നിൽക്കാതെ മനസ്സ് എന്നെ തോന്നിപ്പിക്കുന്നതും എന്നെ ചിന്തിപ്പിക്കുന്നതും എന്നെ കൊണ്ടുപോകുന്നതും വേറൊരു വഴിക്കാണ്, എങ്കിൽ ഞാൻ അതിന്റെ കൂടെയാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാകുന്നു ഹവാ മുത്തബിഅ. അങ്ങനെയും ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മുഹ്ലിക്കാത്താകുന്നു, അഥവാ ഇഖാമത്തുദ്ദീനിന് വിഘാതമുണ്ടാകുന്ന ഒന്നാകുന്നു. അത് നമ്മളിൽ ഉണ്ടായിക്കൂടാ. മൂന്നാമത്തതിൽ പറയുന്നത് ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി എന്നുള്ളതാണ്. ഓരോരുത്തർക്കും താൻ തന്നെ തികഞ്ഞവനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകുക. എനിക്ക് തികഞ്ഞിട്ടുണ്ട് എന്നുള്ള തോന്നലോട് ജീവിക്കേണ്ടി വരുന്നുണ്ടോ, അതോടുകൂടി നമ്മുടെ ദീൻ നമ്മളാൽ തന്നെ തകർക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. കാരണം അത് മുഹ്ലിക്കാത്താണ്, ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇഖാമത്തുദ്ദീന്റെ ഭാഗമായി കൊണ്ട് ഈ 3 അല്ല ഉണ്ടാകേണ്ടത്, ഉണ്ടാവേണ്ട 3 റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതിൽ ഒന്ന് ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അല്ലാഹനെ പേടിക്കാനും റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നുള്ള മുറാഖബത്തുള്ള വളർത്താൻ നമുക്ക് സാധിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഖാമത്തുദ്ദീനിന്റെ ആൾക്കാരായി മാറും. രണ്ടാമത്തേത് വൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖർ, നമുക്ക് ഇല്ലായ്മയുള്ള സമയത്താണെങ്കിലും സാമ്പത്തികമായിട്ട് ഉള്ള സമയത്താണെങ്കിലും ഏതൊരു ചെലവഴിക്കുന്നിടത്ത് മിതത്വം കാണിക്കുക എന്ന് നമ്മളിലുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഇഖാമത്തുദ്ദീനിലാണ് ഉള്ളത്. മൂന്നാമത്തേത് വകലിമത്തുൽ ഹഖ് ഫിർ റിദാ വൽ ഗദബ്, മനസ്സ് സമാധാനമുള്ളപ്പോ തൃപ്തിയുള്ളപ്പോ അതേപോലെ മനസ്സ് അസ്വസ്ഥമാകുന്ന ദേഷ്യം പോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ സത്യസന്ധമായി നീതിപൂർവകമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുക. ഉണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇഖാമത്തുദ്ദീനിലാണ് എന്ന് ആശ്വസിക്കാം. അങ്ങനെ ഇഖാമത്തുദ്ദീനിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഇഖാമത്തുദ്ദീനിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇഖാമത്തുദ്ദീൻ ഒരിക്കലും ഹുക്കൂമത്തെ ഇലാഹി അല്ല എന്ന് തിരിച്ചറിയുക. ദൈവിക ഗവൺമെന്റിന്റെ സംസ്ഥാപനമോ എന്നൊക്കെ അതിന് പറയാറുണ്ട്. അങ്ങനെ ഒരു ആശയം അതിലില്ല. ഇഖാമത്തുദ്ദീൻ തഫ്സീർ വായിക്കുമ്പോ, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോ, ഹദീസിന്റെ കിതാബ് വായിക്കുമ്പോ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമുക്ക് കിട്ടും. അതാകുന്നു ഏറ്റവും സുന്ദരമായ
ഇഖാമത്തിന്റെ ആശയം തിരിച്ചറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് തന്നെയാണ് ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നു, തീവ്രവാദത്തിന്റെ പേരിൽ ഒരു ദീനിനെ വല്ലാതെ അപഹസിക്കുകയും ആ ദീനിന്റെ വക്താക്കളെ നിരന്തരമായി തെരുവുകളിലും സൈബർ തെരുവുകളിലുമൊക്കെ ആയിക്കൊണ്ട് കടന്നാക്രമിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മളിങ്ങനെ ഇരപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആൾക്കാരല്ല എന്ന് പറയേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ യഥാർത്ഥത്തിൽ ദീനിയായിക്കൊണ്ട് ദീനിന്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദീനിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടുകൂടി തന്നെ നമുക്ക് ഇത്തരം കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും. അതിന് മുന്നിൽ നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്മുടെ ബാധ്യത. ഭീകരവാദം, തീവ്രവാദം അതിന് ശരിക്കും മതമൊന്നുമില്ല. അത് ആരുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാലും അവരുടെ മതം പേര് നോക്കിയിട്ട് തീരുമാനിക്കേണ്ടതൊന്നുമില്ല. അവരുടെ മതത്തിന്റെ പേര് ഭീകരവാദം എന്നാണ്. അവരുടെ മതത്തിന്റെ പേര് പിന്നെ ഹിന്ദു മതമെന്നോ അല്ലെ ക്രിസ്തു മതമെന്നോ അല്ലെങ്കിൽ ഇസ്ലാം മതമെന്നോ എന്നൊന്നും പേരിട്ട് വിളിക്കാൻ പറ്റുന്നൊന്നല്ല. അവിടെ മതം ഭീകരവാദം എന്ന അതല്ലാത്തൊരു മതം അവർക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ, സമൂഹത്തിനുണ്ടായി കഴിഞ്ഞാൽ ഐക്യം ഭദ്രമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല നന്മയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമൂഹത്തെ നയിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നിടത്ത് നാം വിജയിക്കുക. അതാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അള്ളാഹുവേ, നീ കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ, ഈമാൻ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ, പോരായ്മകൾ പരിഹരിക്കാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ, ന്യൂനതകൾ പരിഹരിച്ചു നൽകണമേ റബ്ബേ. അള്ളാഹുവേ, ഈ ദീനിനെ നീ വിജയിപ്പിക്കും എന്നുള്ളത്, ഇതിനെ നീ പൂർത്തിയാക്കും എന്നുള്ളത്, ഇതിനെ നീ സഹായിക്കും എന്നുള്ളത് നിന്റെ കൃത്യമായ വാഗ്ദാനമാണ്. പുലർന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാഥ, നീ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين والسلام على المرسلين.